പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പുതിയൊരു വ്ലോഗ് ഷൂട്ട് ചെയ്ത് അത് എൻ്റെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിയും അമ്മയുടെ പിറന്നാളുമായിരുന്നു. എന്നാൽ ഈ അടുപ്പിച്ച് 2 ദിവസങ്ങളിലായിരുന്നു വെഡിങ് ആനിവേഴ്സറി 13-ാം തീയതിയും അമ്മയുടെ പിറന്നാൾ 14-ാം തീയതിയുമായിരുന്നു. അത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് 17-ാം തീയതി ഇന്നലെ ഞായറാഴ്ചയാണ്. കാരണം എല്ലാവർക്കും വരാനും ഇതിൽ പങ്കെടുക്കാനും ഞായറാഴ്ചയാണല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത കുറച്ച് ഭാഗങ്ങളാണ് കാണുന്നത്. ലക്ഷ്മിയും വിഷ്ണുവും പിന്നെ ചേട്ടൻ്റെ അനിയൻ്റെയും മക്കളും കൂടിയിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തത്. കുറെ പാകപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ തീയൊന്നും കാറ്റിൽ പൊട്ടിപ്പോയി, അതുപോലെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്നറിയാം. അപ്പോൾ നമുക്കിനി അടുത്തത് ആദ്യമായിട്ട് അമ്മയുടെ പിറന്നാൾ കേക്കാണ് മുറിക്കാൻ. അത് മേശയുടെ മുകളിൽ വെക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. പിന്നെ അവിടെ എല്ലാവരും നമ്മുടെ ബന്ധുക്കളും മറ്റു ഉള്ളവരുമാണ്. അവരെല്ലാം നല്ല സന്തോഷത്തിലാണ്. നല്ലൊരു ഫംഗ്ഷനാണല്ലോ. അമ്മയുടെ പിറന്നാളും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും ഒരുമിച്ചായതുകൊണ്ട് ഇത് നമ്മുടെ അമ്മയുടെ പിറന്നാൾ കേക്കാണ്. അത് മുറിക്കാനുള്ള തയ്യാറെടുപ്പ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം ഞങ്ങളെ അമ്മയുടെ ബർത്ത്ഡേ കേക്ക് ആണ് മുറിക്കുന്നത്. അമ്മയുടെ പേര് കമല. അപ്പോൾ ഞാനും അമ്മയും നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്റ്റിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് കുറച്ച് പ്രായാധിക്യം കൊണ്ടുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. അധികം നേരം നിൽക്കാൻ ബുദ്ധിമുട്ട്. എന്നാലും ഒരു ഫംഗ്ഷൻ അല്ല, അതുകൊണ്ട് ആളങ്ങനെ പിറന്നാളായതുകൊണ്ട് അമ്മ അങ്ങനെ സഹിച്ച് നിൽക്കണം. നല്ലൊരു ഫംഗ്ഷൻ അല്ലേ, അതിൻ്റെ പേരിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളെ കേക്ക് മുറിക്കാനുള്ള ടൈമായി. അപ്പം എല്ലാവരെയും പുറത്തുനിന്ന് വിളിക്കുകയാണ്. നമ്മൾ ഹാളിലാണ് കേക്ക് മുറിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പുറത്ത് വരുന്നു. അപ്പം നമ്മൾ അവരേനെ അകത്തേക്ക് വിളിച്ച് കേക്ക് മുറിക്കുകയാണ്. ഇപ്പം അച്ഛമ്മയുടെ കയ്യിൽ കത്തിയൊക്കെ കൊടുക്കുകയാണ് കേക്ക് മുറിക്കാനുള്ളത്. അപ്പം എല്ലാവരോടും ചോദിക്കുകയാണ്, നമുക്കപ്പോൾ കേക്ക് മുറിച്ചാലോ എന്ന് പറയണം. നിങ്ങളൊക്കെ പോയി അവിടെ നിൽക്ക്. നിഹാല് അവിടെ പോയി നിൽക്ക്. അമ്മായിനെ വിളിക്കണ. പാട്ടുപാട്. Happy birthday, happy Mama. Happy birthday to you. Happy birthday to you. Happy birthday to ഒരു തുണ്ട് പൊട്ടിച്ചു കൊടുക്കച്ചനക്ക്. മക്കളവരെ കത്ത് കുടിച്ചു കൊടുക്കേ അധികം വേണം. എല്ലാവർക്കും കൊടുക്കാൻ മരുമക്കളും അത് സാറില്ല. അടുത്തത് മുറിക്കാൻ ഇതിന്റെ ആവശ്യമില്ല. മറ്റേ മുറിക്കണല്ലേ അത് മുറിക്കാൻ ഇതിന്റെ ആവശ്യമില്ല. അമ്മ കൈകൊണ്ടെടുത്തോ, വെറുതെ എടുത്തിട്ട് കൊടുക്കേ
ഇത് എൻ്റെ പെങ്ങളെ മക്കള് തന്ന ബർത്ത്ഡേക്ക് തന്ന സമ്മാനമാണ് കേക്കായിട്ട്. അത് ഞാൻ ബർത്ത്ഡേ കേക്കും ഉണ്ട്, ആനിവേഴ്സറി കേക്കും ഉണ്ട്. ഇപ്പൊ അതാണ് മുറിക്കുന്നത് കേട്ടാ. അമ്മയ്ക്ക് കേക്കിനോട് വലിയ താല്പര്യമില്ല. എന്നാലും ഫംഗ്ഷൻ ആയത് അമ്മ കുറേശ്ശെ കഴിച്ചാൽ അധികം കഴിച്ചാൽ അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ് കേട്ടാ. അതുകൊണ്ട് ഞാനൊരു തരി മാത്രം അമ്മയ്ക്ക് കൊടുക്കുന്നുള്ളൂ കേട്ടാ. ഇതാണ് ഞങ്ങളുടെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി കേക്ക്. ലക്ഷ്മിയും വിഷ്ണുവും കൂടിയിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെയാക്കി കൊണ്ടുവന്ന് തന്നത്. Happy wedding anniversary, Papa Mama. Happy wedding പാപ്പനും മാമിക്ക് വേണ്ടി വിഷ്ണു ലക്ഷ്മി മേടിച്ചിരിക്കുന്ന സമ്മാനം പൊളിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മക്കളായ വിഷ്ണു ലക്ഷ്മിയും തന്ന പ്രസന്റാണ്. ഞങ്ങൾക്ക് പോലും അറിഞ്ഞിരുന്നല്ല അവർ ഈ ഇങ്ങനെയുള്ള സമ്മാനം തരുമെന്ന്. ഇത് കിട്ടിയപ്പോഴാണ് അയച്ചപ്പോഴാണ് ഇത് മനസ്സിലായിട്ടാ. വളരെ നന്നായിട്ട് അടിപൊളിയായി. ഇത് എന്റെ സ്നേഹിതനായ ആനന്ദ്ക്ക് തന്ന സമ്മാനം. എന്താണെന്ന് നോക്കിയാലോ. വേറെ സമ്മാനങ്ങൾ കിട്ടിയിട്ടാ. പെങ്ങളെ അളിയനെ കൂടി ഞങ്ങൾക്ക് ഡ്രസ്സ് തന്നു. പെങ്ങളെ മക്കൾ പിന്നെ കേക്ക് നേരത്തെ പറഞ്ഞു, കേക്ക് 2 കേക്ക് കൊണ്ടുവന്നു. അതുപോലെ ചേട്ടന്റെ മോളെ വീട്ടിൽ നിന്നും ഡ്രസ്സ് തന്നിട്ടുണ്ട്. പിന്നെ അത് അവർ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രസന്റേഷൻ തന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. നമ്മൾ പിന്നെ പെങ്ങളെ മക്കൾ തന്ന കേക്കും നമ്മൾ മുട്ട കേക്കും കൂടി ഇപ്പൊ 4 കേക്ക് ഉണ്ട്. അതിപ്പോ അത് മുറിച്ച് എല്ലാവർക്കും മുറിച്ച് കൊടുക്കുന്നത്. അത് മുറിക്കുന്നത് എൻ്റെ പെങ്ങളെ മകനാണ്. ഞാൻ ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ന് പോവും. ടുട്ടു എന്നാണ് അവന്റെ പേര്, അവന് വിളിപ്പേര്. അവന്റെ പേര് കൃഷ്ണ രാഹുൽ. പെട്ടെന്ന് അത് അറിയില്ല, കാരണം ടുട്ടു ടുട്ടു എന്ന് വിളിച്ചിട്ടേ അതൊരു മനസ്സിലായി. അതൊക്കെ ചെറിയൊരു പീസിന് കാലി ചേർന്നോടത്തെ മാമനാണോ?
ഇതെന്റെ അനിയനും പെങ്ങളുമാണ്. കൂടാതെ 2 ചേട്ടന്മാര് ഗൾഫിലാണ്. അപ്പൊ അവർക്ക് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല കേട്ടാ. അടുത്തായി എടുത്ത് ഞങ്ങളുടെ ഫോട്ടോയാണ് കേട്ടാ. അതിൽ വിഷ്ണുവും ലക്ഷ്മിയും കാണാത്തവരുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മക്കള് വിഷ്ണു ലക്ഷ്മി. വലതുവശത്ത് നിൽക്കുന്നത് മൂത്ത ചേട്ടന്റെ ഭാര്യ, രണ്ടാമത് എന്റെ പെങ്ങള്, പിന്നെ മൂന്നാമത് നിൽക്കുന്നത് രണ്ടാമത്തെ ചേട്ടന്റെ ഭാര്യ, പിന്നെ ഷിജിയും പിന്നെ അനിയന്റെ ഭാര്യയുമാണ്. ഇവര് മൂത്ത ചേട്ടന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും രണ്ടാമത്തെ ചേട്ടന്റെ താഴെയുള്ള മകനുമാണ്. ഇവര് ചേട്ടന്റെ മകള് ശില്പയുടെ മക്കളാണ് കേട്ടാ. മൂത്ത ചേട്ടന്റെ മകളുടെ ഫാമിലിയാണ്. ആ മകളുടെ ഭർത്താവാണിത്. മൂന്നാമത് മകള് ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. അത് കാരണം ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടാ. അനിയൻ പ്രദീപും അവന്റെ ഭാര്യയുമാണ്. അനിയൻ നാട്ടില് ഒരു ഓട്ടോ ഇലക്ട്രീഷ്യന്റെ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. രണ്ടാമത്തെ ചേട്ടത്തെയും മൂത്ത മകന്റെ ഭാര്യയും താഴെയുള്ള മകനുമാണ്. മൂത്ത മകൻ ഗൾഫിലാണ്. അവൻ നാളെ നാട്ടിലെത്തും. പെങ്ങളും ഭർത്താവും അവരുടെ 3 മക്കളാണ്. ഒരു ആൺകുട്ടി 2 പെൺകുട്ടികൾ. പെൺകുട്ടികൾ ട്വിൻസാണ്. അതിൽ ട്വിൻസിൽ മൂത്തവൾക്ക് ഒരു ആൺകുട്ടിയാണ് ഉള്ളത്. പിന്നെ പെങ്ങളും മകൻ ഗൾഫിലാണ്. ഒരാഴ്ച ലീവിന് വന്നാണ്. ഇന്ന് തിരിച്ചു പോകും. എളാമയും എളാമയുടെ രണ്ടാമത്തെ മകനും മകന്റെ ഫാമിലിയുമാണ്. മകന് ഒരു പെൺകുട്ടിയുണ്ട്. എറണാകുളത്ത് പഠിക്കുന്ന കാരണം ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇനി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അപ്പൊ എല്ലാ ഐറ്റംസും ടേബിളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ ഞാനും ഷിജിയും ലക്ഷ്മിയും കൂടിയിട്ട് ഉണ്ടാക്കിയത് ഫുള്ള് ഹോം മെയ്ഡ് ആണ്. ഇതിൽ 2 തരം പായസം ഉണ്ട്. അതിലൊരു പായസം പരിപ്പ് പായസം ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത്. പിന്നെ പാലട പുറമെന്ന് മേടിച്ചതാണ്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് അത് കാറ്റിനെ പോകുന്നു പായസം രസമുണ്ട്. ഒരു ഗ്ലാസ് എടുക്കുക. രസമുണ്ട്. നമുക്ക് രസം ഒരെണ്ണെടുത്താൽ മതിട്ടാ. ഒരെണ്ണം സൂചി എടുത്തായിരുന്നു.
ഇതല്ലേ ഇത്? ശർക്കര ഇട്ടത്. ശർക്കര അങ്ങനെ പറയേ ശർക്കര ഉപ്പേരി പറയും. അതെ എങ്ങനെ അപ്പൊ സദ്യ അടിപൊളിയായെന്ന് എല്ലാവരും പറഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും ബൈ.